ചോറ്റക്കരയിൽ പന്നകന്തോട് നിറഞ്ഞു കവിഞ്ഞു. ഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ചയുണ്ടായ ശക്തമായ മഴയിൽ പന്നകന്തോട് നിറഞ്ഞു കവിഞ്ഞു. വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ചുവന്നപ്ലാവ്, കുഴിമറ്റം, പടിഞ്ഞാറേപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വഴിയിൽ വെള്ളം കയറി വാഹന ഗതാഗതം തടസ്സപ്പെട്ടത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളം രാത്രിയായിട്ടും ഇറങ്ങാതെ നിൽക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ പല വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. ശക്തമായ മഴയെ തുടർന്ന് നെല്ലിക്കുന്ന് ഐക്കരക്കുഴിയിൽ ശിവന്റെ വീടിന്റെ സംരക്ഷണ മതിൽ ഇടിഞ്ഞു വഴിയിലേക്ക് വീണു. വൻ അപകടമൊഴിവായി. നെല്ലിക്കുന്ന് ആലക്കാമുറിയിൽ തോമസ് ആന്റണിയുടെ വീടിന്റെ പുറകുവശത്തേക്ക് മണ്ണിടിഞ്ഞു വീണു. ജനാലകൾ പൊട്ടിത്തകർന്ന് ബെഡ്റൂമിലേക്ക് മണ്ണും ഗ്ലാസ് ചില്ലുകളും ചിതറിത്തെറിച്ചു. വൻ അപകടത്തിൽ നിന്ന് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. അകലക്കുന്നം പഞ്ചായത്ത് വാർഡ് മെമ്പർ സീമ പ്രകാശും വില്ലേജ് അധികാരികളും സ്ഥലം സന്ദർശിച്ചു. രാവിലെ മുതൽ പെരുമഴയായിരുന്നല്ലോ. ഒരു 1:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ ശബ്ദം കേട്ടു. ഞങ്ങൾ കതവ് തുറന്ന് പുറത്ത് വന്ന് നോക്കി. അപ്പോൾ കുറേ ഭാഗം ഇടിഞ്ഞ് വീണു. അപ്പോൾ വലിയ മുഴക്കം, ആ സമയത്ത് വലിയ മുഴക്കം കേട്ടു. മുഴക്കം കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ വാക്കിൽ നിന്ന് മാറി. ഉടനെ തന്നെ ബാക്കിയുള്ള ഭാഗം എല്ലാം കൂടി ഇടിഞ്ഞ് മുറിക്കകത്തേക്ക് വീണു. ജനലും തകർത്ത് ചില്ലും പൊട്ടി എല്ലാം മുറിക്കകത്തേക്ക് വീണു. പുറവശം മിറ്റം അവിടെ ഇപ്പോൾ ഒരാൾ പൊക്കത്തിൽ മണ്ണും കല്ലും വന്ന് മൂടിയിട്ടുണ്ട്. ഒരാളല്ല, അത് കൂടുതൽ പൊക്കത്തിൽ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇടിയാറായിട്ട് ഇരിക്കുകയാണ്. ഇത് പകൽ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ ദുരന്തമൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഈ മുറിയിലൊക്കെ ആൾക്കാർ കിടന്ന് തുടങ്ങുന്ന രാത്രിയിലായിരുന്നെങ്കിൽ ജീവന് തന്നെ നാശം സംഭവിച്ചത്. മനുഷ്യജീവനൊന്നും പറ്റിയില്ല, അല്ലാതെ ലക്ഷത്തിന് മുകളിൽ നാശനഷ്ടമുണ്ടായി. മണ്ണെല്ലാം മാറ്റി ഇതെല്ലാം കെട്ടിവെച്ച് ജനൽ ശരിയാക്കി ബാക്കി മണ്ണെടുത്ത് വന്നാലും ഉള്ള ഭിത്തിക്ക് എന്തെങ്കിലും തകർന്ന് ഒന്നോന്ന് അറിയാൻ പറ്റുള്ളൂ. ലക്ഷത്തിന് മുകളിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്.